എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ചിരിക്കുട്ടൻ നമ്മുടെ ഹീറോയോട് ചോദിക്കും, നിനക്കൊരു സൂപ്പർ ഹീറോ ആവാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്റെ പവർ അത് ഞാൻ നിനക്ക് തരാം. പക്ഷെ അത് നീ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിച്ചാൽ മാത്രമേ നിന്നെ കൊണ്ട് ഒരു സൂപ്പർ ഹീറോയായി മാറാൻ കഴിയുകയുള്ളൂ. അത് കേട്ട് ഹീറോ ആവട്ടെ എന്താ പറയണ്ടേന്ന് അറിയാതെ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ചിരിക്കുട്ടന് അവന് ജന്മനാ കിട്ടിയതല്ല അവന്റെ സൂപ്പർ പവർ. മറ്റൊരു സൂപ്പർ ഹീറോ വളരെ കാലങ്ങൾക്ക് മുൻപ് അവന് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ചിരിക്കുട്ടനെ മിസ്റ്റീരിയസ് പേഴ്സൺ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ആള് ചോദിക്കും, നിന്റെ ഇത്രയും വലിയൊരു പവർ അതെനിക്ക് വെറുതെ തരാൻ നിനക്ക് വട്ടുണ്ടോ? ചെറുപ്പം മുതലേ അത് നിന്റെ കൂടെ തന്നെ ഉള്ളതല്ലേ ചോദിക്കുമ്പോ അതിന് ചിരിക്കുട്ടൻ പറയും, ഈ പവർ എനിക്ക് ചെറുപ്പം മുതലേ കിട്ടിയതല്ല, എനിക്ക് മറ്റൊരു സൂപ്പർ ഹീറോ സമ്മാനിച്ചതാണ്. ചിരിക്കുട്ടൻ അവന്റെ ബോഡിയിലുള്ള ആ ഒരു പവർ എടുത്ത് ഇപ്പൊ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. അതിന്റെ തിളക്കം കണ്ട് ഇപ്പൊ ഹീറോയുടെ കണ്ണ് തന്നെ തിളങ്ങാനായിട്ട് തുടങ്ങും. ഈ ഒരു ഗോൾഡൻ പവർ അത് സ്വീകരിക്കുന്നവർക്ക് നല്ല സ്ട്രോങ് ഹാർട്ട് ഉണ്ടായിരിക്കണം. ഞാൻ ഒരുപാട് കാലായി എന്നെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ അന്വേഷിക്കുന്നു. നിന്റെ സ്റ്റോറിയും ആ ഒരു വില്ലനെ അവനെ അടിക്കാനുള്ള നിന്റെ പവറും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിന്റെ ഹാർട്ട് അത് സ്ട്രോങ് ആണെന്ന്. സോ നീയാണ് ഈ ഒരു പവർ ഏറ്റുവാങ്ങാൻ എന്തുകൊണ്ടും യോഗ്യൻ. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ചെക്കന്റെ ഹൃദയം തകർന്ന് അവനിപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങും. കാരണം ഇതുവരെ ആരും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സൂപ്പർ ഹീറോ ആയി മാറുക എന്നത്. നമ്മുടെ ചെക്കൻ പറയും, ഞാൻ റെഡിയാണ്, ഈ പവർ അതെനിക്ക് താ. അതിന് ചിരിക്കുട്ടൻ ആളുടെ 32 പല്ലും കാണിച്ച് ചിരിക്കും, നീ നല്ല കുട്ടിയാണ്, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ വലുതാവുമ്പോ വലിയൊരു സൂപ്പർ ഹീറോ ആവും. പക്ഷെ ഇത് ചേനയോ ചേമ്പോ അല്ല, അങ്ങനെ ചോദിക്കുമ്പോഴേ എടുത്തു തരാൻ. രണ്ടാൾക്കാരുടെ ഹാർട്ട് അതൊരുപോലെ കട്ടയ്ക്ക് നിൽക്കണം. നിന്റെ വിൽ പവർ കൂട്ടണം എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ അവനെ കൊണ്ട് വലിയൊരു ഫ്രിഡ്ജ് തന്നെ ഇപ്പൊ ചിരിക്കുട്ടനാവട്ടെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിന്റെ മേലെ ഇപ്പൊ ചിരിക്കുട്ടൻ കയറിയിരുന്ന് നമ്മുടെ ഹീറോയുടെ പേരൊക്കെ വിളിച്ച് ചേർ ചെയ്ത് അവനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ചെക്കൻ ഇപ്പൊ മണിക്കൂറുകളോളം ആ ഒരു ഫ്രിഡ്ജ് വലിച്ച് തളർന്ന് അങ്ങനെ വീണ് കിടക്കുകയാണ്. ചിരിക്കുട്ടന് കലി കയറി അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഈ ഒരു പവർ അത് നിനക്ക് വേണമെങ്കിൽ നിന്റെ ഹാർട്ടിന്റെ സ്ട്രെങ്ത് മാത്രം പോരാ, നിന്റെ ബോഡിയും നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിനാണ് ഈ ട്രെയിനിങ് ഞാൻ നിനക്ക് തരുന്നത്. ബോഡി ഫിറ്റ് ആവാതെ ഈ ഒരു പവർ നീ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ വിഷുവിന് പടക്കം പൊട്ടും പോലെ നിന്റെ ബോഡി പൊട്ടിച്ചെതറും. ചിരിക്കുട്ടൻ ഇപ്പൊ ഹീറോയെ തൂക്കിയെടുത്ത് വലിയൊരു വേസ്റ്റ് കൂമ്പാരത്തിന്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തും. നിന്റെ മുൻപില് ഈ ഒരു ടാസ്ക് മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ളത്. നീ ഒറ്റയ്ക്ക് ഈ വേസ്റ്റ് കൂമ്പാരം അത് മുഴുവൻ ക്ലീൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കരുതും പോലെ നിനക്ക് ആവശ്യമായിട്ടുള്ള പവർ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. മാത്രമല്ല ഇതൊരു സോഷ്യൽ സർവീസ് ആണ്. ഇതൊരു വേസ്റ്റ് കൂമ്പാരം ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആരും വരാറില്ല. ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. അതുകൊണ്ട് ഇതാണ് നിനക്ക് പറ്റിയ കറക്റ്റ് ടാസ്ക് എന്ന് പറയുമ്പോ ഹീറോ ആവട്ടെ അവന്റെ കിളി പോയി കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളെല്ലാം അവനിപ്പോ നോക്കും. ഹീറോ ചോദിക്കും, എനിക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതിന് ചിരിക്കുട്ടൻ, അപ്പൊ നിനക്ക് ആ ഒരു പുതിയ സ്കൂളില് അഡ്മിഷൻ വേണ്ടേ? അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീ തീർച്ചയായിട്ടും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇനിയും 10 മാസം നിന്റെ മുൻപിലുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് അതിന് കഴിയും. ചിരിക്കുട്ടൻ ഇപ്പൊ ഒരു ബുക്ക് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ആ ബുക്കില് ഈ ഒരു 10 മാസം അവൻ എങ്ങനെ അവന്റെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ടുണ്ടാവും. അവൻ ഉറങ്ങുന്ന സമയം, അവൻ പഠിക്കുന്ന സമയം, ട്രെയിനിങ് സമയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. നിന്നെ കൊണ്ട് ഇതുപോലെ ചെയ്യാൻ കഴിയോ? അതിന് ഹീറോ പറയും, ഇതൊരല്പം ഹാർഡാണ്, എങ്കിലും കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്യാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചെക്കൻ ക്ലീനിങ് ആരംഭിക്കും. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോവും. ഉറക്കമില്ലാതെ ഓരോരോ ദിവസങ്ങളും അവൻ പ്രാക്ടീസ് എടുത്തും ട്രെയിനിങ് ചെയ്തും പഠിച്ചും അങ്ങനെ മുൻപോട്ട് പോവാണ്. സ്കൂളിൽ വന്ന് അവന് ഉറക്കം തൂങ്ങിയിരിക്കും. ചില സമയങ്ങളില് അവൻ എന്തൊക്കെയോ ചില പ്ലാനുകള് അങ്ങനെ പൊറുപൊറുക്കും. അവനിങ്ങനെ പൊറുപൊറുക്കുന്നത് കേൾക്കുമ്പോ അവന്റെ ചുറ്റും ഇരിക്കുന്ന ഫ്രണ്ട്സ് അവനെ നോക്കി കളിയാക്കും. ടീച്ചർ അവന്റെ തലക്കിട്ട് തന്നെ ഒരു കൊട്ടുകൊടുത്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറയും. അപ്പൊ അതേ സമയത്ത് ചപ്രത്തലയൻ അവനിപ്പോ ഹീറോയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോകെ നമ്മുടെ ചെക്കനാവട്ടെ പ്രാക്ടീസ് ചെയ്തും ട്രെയിനിങ് എടുത്തും പഠിച്ചു കൊണ്ടേയിരിക്കും. ഇനി അവന്റെ മുൻപില് 3 മാസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അവന്റെ ബോഡി അതിപ്പോ ഒരുപാട് വീക്കാണ്. ഒരു ഇരുമ്പ് പെട്ടി എടുത്ത് അതിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ താഴേക്ക് വീഴും. അത് കണ്ട് ചിരിക്കുട്ടൻ പറയും,
നീ ഞാൻ പറഞ്ഞതിനപ്പുറത്ത് എക്സ്ട്രാ എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ദിവസങ്ങൾക്ക് ശേഷം ഹീറോ കാത്തിരുന്ന ആ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഡേ എത്തിച്ചേരും. അവനെ കാണാനായിട്ട് ഇപ്പൊ രാവിലെ തന്നെ ചിരിക്കുട്ടൻ അവന്റെ അടുത്തേക്ക് വരും. ഹീറോ ആവട്ടെ അവന്റെ രൂപം അത് അടിമുടി മാറി ഇപ്പൊ എന്തിനെയോ നോക്കി അവൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ അവൻ അലറാൻ തുടങ്ങും. അങ്ങനെ അലറി അലറി അവൻ താഴേക്ക് വീഴും. അത് കണ്ട് ചിരിക്കുട്ടൻ അവനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. അപ്പോഴായിരിക്കും അവനൊരു കാര്യം കാണുക. ഇപ്പൊ നമ്മുടെ സ്വത്തുമണി അവൻ ആ വേസ്റ്റ് മുഴുവൻ അവിടുന്ന് റിമൂവ് ചെയ്തു. ഒരു ചെറിയ വേസ്റ്റ് പോലും അവിടെ ഇപ്പൊ ഇല്ല. അവൻ അത് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ ഹീറോയുടെ 10 മാസം മുൻപുള്ള ഒരു ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഹീറോ ഷോക്കാവും. കാരണം ഇപ്പൊ അവൻ ആഗ്രഹിച്ച പോലെ ഒരുപാട് മസിൽസ് ഒക്കെ വന്ന് അവൻ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഇന്ന് നീ ആ പവർ സ്വീകരിക്കാൻ യോഗ്യനാണ്. മാത്രമല്ല നിനക്കൊരു ഗിഫ്റ്റ് കൂടെ ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിൽക്കും. അത് കേട്ട് ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൻ വീണ്ടും കരയാനായിട്ട് തുടങ്ങും. ഹീറോ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ആ ഒരു സമ്മാനത്തിന് വേണ്ടി അവന്റെ കൈ നീട്ടും. അത് കണ്ട് ചിരിക്കുട്ടൻ പറയും, ഇതെന്റെ ഹാർട്ടിൽ നിന്ന് ഞാൻ തരുന്ന സമ്മാനമാണ്. ഇതങ്ങനെ ഞാൻ ആർക്കും കൊടുക്കാറില്ല. നിനക്ക് വേണ്ടി മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് തരുന്നതാണെന്ന് പറഞ്ഞ് ചിരിക്കുട്ടൻ അവന്റെ തലയിൽ നിന്ന് ഒരു മുടിയെടുത്ത് ഇപ്പൊ ഹീറോയ്ക്ക് കൊടുക്കും. ഇത് നിനക്ക് കഴിക്കാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ എന്റെ DNA അത് നിനക്ക് കിട്ടൂ. നമ്മുടെ ആൾക്ക് ആദ്യം കുറച്ച് അറപ്പൊക്കെ തോന്നുമെങ്കിലും വേറെ വഴിയില്ലാതെ അവനത് കടിച്ചു മുറിച്ച് തിന്നും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹീറോ ആവട്ടെ ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് ആ പവർ അത് കിട്ടിയിട്ടുണ്ടാവോ, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടിയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ നടക്കുമ്പോ ആരോ ഒരാള് അവന്റെ പേര് വിളിക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോ അത് മറ്റാരും അല്ല, ആ ഒരു ചപ്രത്തലനെ കണ്ടുടനെ ഇപ്പൊ ഹീറോയ്ക്ക് വിറയ്ക്കാൻ തുടങ്ങും. പക്ഷെ അവൻ ഹീറോയെ തുറിച്ചു നോക്കി അവിടുന്ന് നടന്നു പോവും. ഒരു സെക്കൻഡ് ഹീറോ ഫ്രീസ് ആവും. അവൻ എന്തു പറ്റി, അവൻ എന്നെ ചീത്തയൊന്നും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോ ആവട്ടെ ആ സ്കൂളിന്റെ തൊട്ടടുത്തെത്തും. അവൻ സ്റ്റെപ്പ് കയറുമ്പോ അവൻ മനസ്സിൽ ഉറപ്പിക്കും, തിരിച്ചു വരുമ്പോ ഞാനൊരു സൂപ്പർ ഹീറോ ആയിരിക്കും. അവൻ കോൺഫിഡൻസില് അവന്റെ കാലെടുത്ത് സ്റ്റെപ്പിൽ വെക്കും. പക്ഷെ അങ്ങനെ അവന്റെ കാല് വഴുതി ഹേ എന്നും പറഞ്ഞ് ഇപ്പൊ താഴേക്ക് വീഴും. നമ്മുടെ ആള് അങ്ങനെ തലയും കുത്തി താഴെ വീഴുന്ന കാണുമ്പോ ഒരു ചുന്ദരി പെണ്ണ് അവളിപ്പോ ഓടി വന്ന് അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവനെ ടച്ച് ചെയ്യാതെ പതിയെ ഹോൾഡ് ചെയ്ത് അവനെ വീഴാതെ ഇപ്പൊ പിടിച്ചു നിർത്തും. അവളുടെ പവർ കണ്ട് ഇപ്പൊ ഹീറോ അവൻ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, മനോഹരമായിരിക്കുന്നു. അവള് പറയും, എക്സാം ഫസ്റ്റ് ഡേയില് നിലത്ത് വീഴുന്നത് അത്ര നല്ല ശകുനമല്ല. സോ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറഞ്ഞ് അവളിപ്പോ അകത്തേക്ക് കയറിപ്പോവും. കട്ട് ചെയ്ത ക്ലാസ്സില് ഇപ്പൊ ഇൻവിജിലേറ്റർ ആള് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൾക്ക് ഒരപ്പിരി ലൂസാണ്. എന്തൊക്കെയോ പറയും, എന്തൊക്കെയോ ചെയ്യും, എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അപ്പൊ ആ ഒരു ഇൻവിജിലേറ്റർ ആള് വിളിച്ചു പറയും, ഫസ്റ്റ് നടക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അത് 7 സെന്ററുകളിൽ വെച്ചാണ് നടക്കുക. അവരുടെ ഓരോരുത്തരുടെയും ആപ്ലിക്കേഷൻ ഫോമിലാണ് അവർ ഏത് സെന്ററിൽ വെച്ച് ഫൈറ്റ് ചെയ്യണം, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുണ്ടാവുക. ഇൻവിജിലേറ്റർ പറയും, നിങ്ങളുടെ മുൻപിലേക്ക് 3 വില്ലന്മാർ വരും. അവരെ ഓരോരുത്തരെ ആയിട്ട് നിങ്ങൾ തല്ലി തോൽപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോയിന്റ്സ് അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു സ്റ്റുഡന്റ് അവൻ ചാടി എഴുന്നേറ്റ് പറയും, സാറ് പറഞ്ഞത് 3 വില്ലന്മാരാണ് ഫൈറ്റ് ചെയ്യുക എന്നതാണ്. പക്ഷെ ഈ പേപ്പറിൽ 4 വില്ലന്മാരുടെ ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ തെറ്റുവരുത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? അത് കേട്ട് ഇൻവിജിലേറ്റർ പറയും, ആക്ച്വലി 4 എനിമീസ് ഉണ്ട്. അതിൽ 4ാമത്തെ ആളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതില് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം അതിൽ പോയിന്റ്സ് കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും അവൻ അവോയ്ഡ് ചെയ്യണം. പക്ഷെ ഒരേ ഒരു കാര്യം, സ്കൂളിന്റെ മോട്ടോ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സ്വയം രക്ഷിക്കുക, അതിലുപരി കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുക. അതാരും മറക്കരുത്. നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് എക്സാമിന് വേണ്ടി നിങ്ങളുടെ സെന്റേഴ്സിലേക്ക് പോവുക. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ബാറ്റിൽ സെന്റർ B കാണിക്കും. അവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന സെന്റർ. അവന്റെ അതേ സെന്ററിൽ തന്നെയാണ് ആ ഒരു ചുന്ദരി പെണ്ണ് അവളും ഉണ്ടാവുക. ഹീറോ അവൻ ചുറ്റും നോക്കും. അവൻ എല്ലാവരെയും കണ്ട് പേടിച്ച് ഇപ്പൊ കിടുകിട വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ആള് ഇപ്പൊ പേടിച്ച് വിറച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.